ഹലോ കൂട്ടുകാരെ, ഇന്ന് അദീനിയം പ്രൂണിങ്ങും ക്രാഫ്റ്റിങ്ങും ഒക്കെയാണ്. ഇതാ പൂവാണ്. പിന്നെ വേറൊരു വെള്ളപ്പൂ, നല്ല ഭംഗിയുള്ള പൂ. മഞ്ഞപ്പൊടി, റബ്ബർ ബാൻഡും ഒക്കെ കരുതി വെക്കാം. പിച്ചാത്തി, പ്ലാസ്റ്റിക് കൂടെ പിച്ചാത്തി നല്ലപോലെ സോപ്പ് വെള്ളമോ മഞ്ഞളോ ഒക്കെ ഇട്ട് കഴുകണേ. ഈ അദീനിയാണ് മുറിക്കാൻ പോകുന്നത്, കട്ട് ചെയ്യാൻ പോവുകയാണ്. കട്ട് ചെയ്താലല്ലേ ധാരാളം ശേഖരങ്ങൾ പൊട്ടിപ്പൂവുണ്ടാവുള്ളൂ. ഇത് നല്ല വയലറ്റ് കളറാണ്. ഇത് കട്ട് ചെയ്തിട്ട് ടിഷ്യൂ പേപ്പർ വെച്ച് നമുക്ക് ആ വെള്ളം ഒപ്പിയെടുക്കാം. ആ കറ കണ്ടോ? അത് ഇനിയും പ്രൂണിങ്ങായി. മഞ്ഞൾ പുരട്ടി വെക്കാൻ എന്നിട്ട് അതിൽ സാപ്പ് പുരട്ടിയാലും മതിയേ. അതിനി നട്ടു വെക്കാം. ഒരു ചെറിയ കമ്പ് പോലും ഞാൻ കളയേല, എല്ലാം നട്ടു വെക്കും. എനിക്ക് കളയാൻ തോന്നുന്നില്ല, അതുപോലെ ഇഷ്ടമാണത്. ഇത് ഇച്ചിരി മുറിച്ച് നമുക്ക് ക്രാഫ്റ്റിങ് ചെയ്യാം. കമ്പെല്ലാം പൊങ്ങിപ്പോയി. നമുക്കിതെല്ലാം കട്ട് ചെയ്താൽ തലഭാഗം അറിയാൻ വേണ്ടി തലഭാഗത്ത് ഇച്ചിരി മഞ്ഞൾ പുരട്ടി വെക്കാം. കണ്ടോ? നല്ല വട്ടത്തിൽ നിരപ്പായിട്ടിരിക്കണേ. നല്ല കളറ് ഉള്ള പൂവുണ്ടാവും ഇതിന്. ഇത് വെള്ളയാണ്, അരീക്കട ചുവപ്പ് കളറ് വര പോലെ. ഒത്തിരി ശേഖരങ്ങളുണ്ടായിട്ടുണ്ട്, പൊങ്ങിപ്പോയിട്ടുണ്ട്. ഇത് 2-3 വർഷമായതാണ്. നമുക്കിത് പശ കറ ഉപ്പിയെടുക്കാം ടിഷ്യൂ പേപ്പർ വെച്ച്. വേണ്ട, ഇങ്ങനെ ഒട്ടിച്ച് വെക്കാം. എന്നിട്ട് പ്ലാസ്റ്റിക് ഇട്ട് മൂടാം. അങ്ങനെ ഒരു ക്രാഫ്റ്റ് ചെയ്ത് നോക്കി. ഒരേരം ഞാൻ കടിച്ച് കളയുന്നില്ല. അത് ചെടി മുഴുവൻ നശിച്ചു പോയാലൊന്ന് പേടിച്ചിട്ടേ ഒരേരം കട്ട് ചെയ്യാൻ നിൽക്കുകയാണ്. ഒരു ശേഖരം ആദ്യമായി ഇങ്ങനെ ചെയ്യുന്നതാണ്. പിച്ചാത്തി സ്റ്റെറിലൈസ് ചെയ്തു. സോപ്പ് ലായനി വെച്ച് പിച്ചാത്തി നല്ലപോലെ കഴുകിയെടുത്തേ. ഇങ്ങനെ വെച്ചു. ഇനി ഇവിടെ കട്ട് ചെയ്യാൻ പോവാം. ചിലർ പറയും പേസ്റ്റ് തേച്ചാൽ. ഞാൻ പേസ്റ്റ് തേച്ച് നോക്കിയിട്ട് അത്ര വിജയിച്ചില്ല കേട്ടോ. മഞ്ഞൾ ഞാൻ പുരട്ടി വെച്ചു, അല്ലെങ്കിൽ സാപ്പ് പുരട്ടണം. എന്നിട്ട് തണലത്ത് വെച്ചാൽ മതിയേ. 5 ദിവസം കഴിഞ്ഞിട്ടേ വെള്ളം ഒഴിക്കാവൂ. ഇപ്പോൾ ഇച്ചിരി വെള്ളം ഒഴിക്കുക, ലേശം. അത് കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞിട്ട് വെള്ളം ഒഴിക്കുക. ഇപ്പം ഞാൻ മഞ്ഞൾ വെള്ളം കലക്കിയാണ് ഒഴിച്ചത് ആദ്യമേ. അത് കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞപ്പം വെള്ളം ഒഴിച്ചു, പച്ചവെള്ളം കുറേശ്ശെ വെള്ളം ഒഴിച്ചു. കണ്ടോ? ഇത്രയും കട്ട് ചെയ്തു.
തണലത്ത് വെച്ചിട്ട് ഞാൻ 8 ദിവസം കഴിഞ്ഞപ്പോൾ സാപ്പ് പുരട്ടി അത് ഇച്ചിരിയൊക്കെ വെള്ളത്തിൽ കലക്കി ഒഴിച്ചു. ഇങ്ങനെ ഒന്നും വെള്ളം ഒഴിക്കാല. 15 ദിവസം കഴിഞ്ഞപ്പോഴാണ് വെയിലത്തോട്ട് വെച്ചത് കേട്ടോ. എല്ലായിടത്തും മഞ്ഞൾ പറ്റി മഞ്ഞളിൽ മുക്ക് വെക്കുകയാണ്. കണ്ടോ എങ്ങനെയാണ് നട്ടേക്കുന്നത്? മണലിലാണ് നട്ടു വെച്ചേക്കുന്നത്. 15 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും എല്ലാം തളിര് വരാൻ തുടങ്ങി. അത് ഞാൻ കാണിച്ചു തരാവേ. ഇങ്ങനെ നട്ട് വെള്ളം ഒഴിച്ചിട്ട് തണലത്ത് വെക്കുക. ആദ്യം ഇച്ചിരി മണലിയിലാണ് നടന്നത്. ഇവിടുത്തെ മണ്ണ് കുഴഞ്ഞിരിക്കുക. അതുകൊണ്ട് മണലിയിലാണ് ഞങ്ങൾ നടന്നത്. മണൽ ചട്ടിക്കകത്ത് കുറച്ചിട്ടിട്ട് നട്ട് വെക്കും. വെള്ളം ഒഴിച്ച് ലേശം വെള്ളം ഒഴിക്കും. കണ്ടോ ഈ പൂവാണ്, നല്ല കളറല്ലേ ഈ പൂവ്. പിന്നെ വേറെണ്ണം വെള്ള സാപ്പ് കലക്കി പുരട്ട എല്ലായിടത്തും. ഇച്ചിരിച്ചാൽ മുളച്ച് വരുന്നുണ്ടോ? സാപ്പ് കലക്കി ഒഴിച്ചു, പുരട്ടി. ഇനി പുരട്ടീൻ്റെ ബാക്കി വെള്ളത്തിൽ കലക്കി ഒഴിച്ചാണ്. കണ്ടോ തളിര് വരുന്ന കണ്ടോ, ചെറു ഇല. ഇവിടെ തളിർത്ത് വരുന്നുണ്ട് കണ്ടോ. ഇപ്പം 15 ദിവസമായ എല്ലാം തളിർത്ത് വരുന്നുണ്ട്. ഇനി കൂടെ എടുത്ത് മാറ്റാം. എന്നിട്ട് ഇനി ഇച്ചിരി മഞ്ഞൾ വെള്ളം അവിടെ ഒഴിച്ചു കൊടുക്കുക. കൂടെ എടുത്ത് മാറ്റിയിട്ട് മഞ്ഞൾ വെള്ളം ഒഴിക്കുകയാണ് ഞങ്ങൾ. ഇവിടെ കണ്ട കൂടെ എടുത്ത് മാറ്റി എല്ലാം മുളച്ച് വരുന്നു. മഞ്ഞൾ വെള്ളം ഒഴിച്ചു. 4-5 ദിവസം കൂടുമ്പോഴൊക്കെ ഇങ്ങനെ ഒഴിക്കുകയുള്ളൂ. അതുവരെ വെള്ളം ഒഴിക്കില്ല. ഇപ്പം വെയിലത്ത് വെച്ചേക്കാണ്. പണ്ട് ഞാൻ വിത്ത് നട്ട് മുളപ്പിച്ച തൈയാണ്. വിത്ത് നട്ട് മുളപ്പിക്കുമ്പോൾ തൈക്ക് കോട്ടക്സ് കാണും. കമ്പ് നടുമ്പോൾ കമ്പ് നട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് കോട്ടക്സ് വരില്ല. നല്ല രസം ഈ പൂക്കൾ കാണല്ലേ. ഡെസേർട്ട് റോസ അല്ലെങ്കിൽ അദീനിയം പൂക്കൾ. ഇതുകൊണ്ട് വിത്ത് നിൽക്കുന്നത് കണ്ടോ. ധാരാളം ശേഖരങ്ങളുണ്ട് കേട്ടോ. കുഞ്ഞർക്ക് പൂവൊക്കെ പിടിച്ചു നോക്കുകയാണ്. താങ്ക് യു കൂട്ടുകാരെ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.